ജനങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു ചോയ്സ് ആയിരിക്കില്ല ശ്രീ ആനന്ദ് കൊച്ചുകൂടി. നമുക്ക് നിസ്സംശയം പറയാം, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചോയ്സ് അല്ല ഇത്തവണ KC വേണുഗോപാൽ. അദ്ദേഹത്തിന് ഇനിയും അവസരം കിട്ടുമായിരിക്കും. പക്ഷേ ഇത്തവണ KC വേണുഗോപാൽ അതിന് തുനിയരുത്. കാരണം ഇവിടെ നേതാക്കന്മാരുണ്ട്, ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടവരുണ്ട്. പക്ഷേ അവിടെ ശ്രീ മോഹൻ വർഗീസ് KCക്ക് വേണ്ടി വാദിക്കുന്നവരുടെ, KC വരട്ടെ എന്ന് പറയുന്ന ഒരു ആരാധക വൃന്ദം തന്നെയുണ്ടല്ലോ. അവർ പറയുന്ന കാര്യം, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഇത്ര ഭംഗിയായിട്ട് സംഘടനാ സെറ്റപ്പോട് കൂടി നടത്തിക്കൊണ്ട് പോകുവാൻ സാധിച്ചത് അത് KC വേണുഗോപാലിൻ്റെ മിടുക്കാണെന്നാണ്. അവിടെ പണം ഒഴുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പണം ഇറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് KC വേണുഗോപാലിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് KCയുടെ മിടുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതിപാഠകർ വന്നിരിക്കുന്നത്. എക്കാലത്തും കോൺഗ്രസ് കൾച്ചറിൽ സ്തുതിപാഠകരുടെ ഒരു വലിയ ബാഹുല്യമുണ്ടായിരുന്നു. ഈ അണിയറയിൽ നിന്ന് ചരട് വലിക്കുക എന്നതല്ലാതെ അരങ്ങത്തിറങ്ങി കളിക്കാനൊക്കെ പലപ്പോഴും തയ്യാറാവാത്ത പല സ്തുതിപാഠകരുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലാണ് ഡിഫാക്ടോ ഹൈക്കമാൻഡിനെ കൊണ്ടു നടക്കുന്നത് KCയാണ്. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് പല സൗഭാഗ്യങ്ങളും ലഭിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ VD സതീശനോടോ പറഞ്ഞാൽ ലഭിക്കുന്നതിനേക്കാൾ സംഘടനയ്ക്കുള്ളിലോ എന്തെങ്കിലും സ്ഥാനങ്ങൾ, മറ്റ് സ്ഥാനങ്ങളോ എല്ലാം ലഭിക്കാൻ നല്ലത് KCയുമായ ചങ്ങാത്തമാണ് എന്നതാണ് KCയെ ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ചേതോവികാരം. ഇത് നോക്കൂ, ആരോഗ്യപരമായ ഒരു അതിർവരമ്പ് ആവശ്യമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സംഘടനാ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ പാർലമെൻ്ററി പാർട്ടി, നിയമസഭാ സാമാജികരുടെ പാർലമെൻ്ററി പാർട്ടി, ലോക്സഭാ സാമാജികരുടെ പാർലമെൻ്ററി പാർട്ടി, ഇനി പാർലമെൻ്ററി പാർട്ടിയിലൊന്നും ഇല്ലാത്ത നേതാക്കന്മാർ, ഇവരൊക്കെ തമ്മിലുള്ള ആരോഗ്യപരമായ ഒരു ഫീഫ്ഡം, അധികാര വിഭജനം അത് ആവശ്യമല്ലേ? ഇവിടെ സംസ്ഥാനത്തിൻ്റെ നേതാക്കളായി ഹൈക്കമാൻഡ് തന്നെ ചുമതലപ്പെടുത്തിയ ആളുകളാണ് രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ടേമിൽ, ഈ ടേമിൽ VD സതീശനും. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ കാണുന്നത് ഇവരുടെ മുഖങ്ങളാണ്. അവരുടെ പിന്നിൽ നിന്ന് അവരെ എനേബിൾ ചെയ്യാൻ വേണ്ടി പണം എത്തിച്ചു കൊടുക്കുക, സാഹചര്യങ്ങൾ ഒരുക്കുക, ഹൈക്കമാൻഡിന് സപ്പോർട്ട് ഉറപ്പാക്കുക, അതുമാത്രമായിരുന്നു KC വേണുഗോപാലിൻ്റെ ജോലി. അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനകീയ മുഖമായി അവതരിപ്പിക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണക്കാർ അവതരിപ്പിച്ച ഒരു പേരേ ആയിരുന്നില്ല KC വേണുഗോപാൽ. പക്ഷേ നോക്കൂ, ഒരു പുരുഷായുസിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുപ്രവർത്തകരുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കസേര മുഖ്യമന്ത്രി പദത്തിൽ എത്തിയില്ല എങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമാവില്ല എന്ന ചിന്തയാണ് ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക്. അത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അങ്ങനെ തന്നെയൊക്കെ ആകുക. അവരത് പുറമേ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല, ആരെക്കൊണ്ടും കാര്യമായി പറയിപ്പിക്കുന്നില്ല. അത് മറ്റൊരു രീതിശാസ്ത്രമാണ്. അവിടെയാണ് ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലാണ് താൻ എന്ന് ഏറെ പേരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുന്നു. ജൈവികമായി പറയുന്നവരുണ്ട്, പറയിപ്പിക്കുന്നവരുണ്ട്. പറയിപ്പിക്കുക എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും, വെറുതെ എന്തിനു പറയിപ്പിക്കുന്നു എന്ന രീതിയിൽ. PR എക്സസൈസിന് പല ഡയമെൻഷൻസ് ഇല്ലേ ശ്രീ മഞ്ജുഷ്? PR എന്ന് പറയുമ്പം അത് സ്വമേധയാ ചെയ്യുന്നത് ആരും സ്വമേധയാ ചെയ്യില്ല. ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഈ PR വർക്ക് ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടല്ലോ, അവർക്ക് ചില പ്രയോജനങ്ങൾ കിട്ടണമല്ലോ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ബലമാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ അത് കേന്ദ്രത്തിൽ പിടിയുള്ള KC വേണുഗോപാൽ സംഘടനയെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.